നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഒരു പ്രധാനപ്പെട്ട വാർത്ത, അതായത് ഉത്സവങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലംഘിക്കാമെന്ന് ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ നടപ്പില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നിതിൻ പ്രഭാകർ വിവരങ്ങളുമായി ചേരുന്നു. എന്താണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വ്യക്തമാക്കൽ? സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ആന എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നടപടി ഇപ്പോൾ ഹൈക്കോടതി കർശനമാക്കിയിരിക്കുകയാണ്. ഈ എഴുന്നള്ളത്ത്, ആനയുടെ പുറത്ത് നടത്തുന്ന എഴുന്നള്ളത്ത് മതാചാരമല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് കോടതി എത്താനുണ്ടായ ഒരു കാരണം, ചില ദേവസ്വം ഇത്തരത്തിൽ കോടതിയിൽ ഒരു നിലപാടെടുത്തു. ഈ ആനയെ എഴുന്നള്ളിക്കുന്നത് പല ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ക്ഷേത്രത്തിലെ തിടമ്പുകൾ ഏറ്റിക്കൊണ്ടാണ് ആന എഴുന്നള്ളത്ത് നടക്കുന്നത്. അത് മതാചാര പ്രകാരമാണെന്ന് ചില ദേവസ്വം അധികൃതർ കോടതിയിൽ നിലപാടെടുത്തു. ഈ നിലപാടെടുത്തതിനെ തുടർന്നാണ് കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ഇത്തരം എഴുന്നള്ളത്ത് മതാചാരമല്ലെന്ന് കോടതി പറയുന്നു. അതോടൊപ്പം തന്നെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശനമായ നടപടി ഉണ്ടാകും. മാർഗനിർദ്ദേശങ്ങളിൽ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, വലിയ ഉത്സവം നടക്കുമ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ആനകൾ പങ്കെടുക്കുന്ന, ആനകളെ എഴുന്നള്ളത്തിനെത്തിക്കുന്ന ഉത്സവങ്ങൾ നടക്കുമ്പോൾ ആനകൾ തമ്മിലുള്ള അകലം ഏറ്റവും ചുരുങ്ങിയത് 3 മീറ്റർ അകലം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ആനയുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിക്കണം. ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളുടെ ഒരു ദൂരപരിധി 50 മീറ്റർ അകലമായി നിജപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ കോടതി പറഞ്ഞിരുന്നു. എന്നാൽ ആ കാര്യങ്ങൾ പലതും ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല. അത്തരം കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കോടതി പറഞ്ഞിരിക്കുന്നത്, ഈ ആനകളുമായി ബന്ധപ്പെട്ട എഴുന്നള്ളത്ത് മതാചാരമല്ല എന്ന കോടതിയുടെ നിർണായകമായ നിരീക്ഷണമാണ്. കാരണം സംസ്ഥാനത്തെ വിവിധ ഹൈന്ദവ ക്രൈസ്തവ ദേവാലയങ്ങളിലടക്കം ഇത്തരത്തിൽ ആന എഴുന്നള്ളിപ്പ് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ആനയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുണ്ട്. അത്തരം ചടങ്ങുകളിൽ ഇനി കൃത്യമായി കോടതി മാർഗനിർദ്ദേശം ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ, അല്ലെങ്കിൽ കോടതിയുടെ മാർഗനിർദ്ദേശം പാലിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ കർശന നടപടി വേണ്ടിവരുമെന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. MS തിടമ്പ് എടുത്ത് ആനയുടെ പുറത്ത് വെച്ച് ആനയുമായി നടന്നു വരുന്നതും ആനയെ വെയിലത്ത് നിർത്തുന്നതും അടക്കമുള്ള കാര്യങ്ങൾ, അപ്പോൾ തിടമ്പെടുത്ത് പുറത്ത് വെച്ച് ആനയെ നടത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയിൽ മതപരമായ ആചാരമില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതിന്റെ വ്യക്തത, അതിന്റെ വിശദമായിട്ടുള്ള പരിശോധന എന്നിവ ആവശ്യമാണ്. ഇനിയുള്ള ചോദ്യത്തിന് ഉത്തരം നൽകണമെങ്കിൽ അങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിരിക്കും. പഠിക്കാതെ പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വാദം വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാദത്തിന് ആസ്പദമായിട്ടുള്ള തെളിവുകൾ ദേവസ്വങ്ങൾ ഹാജരാക്കിയിട്ടില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീർച്ചയായും ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങൾ, അതായത് നേരത്തെ ദൂരപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിലാണ് ഒന്നിൽ കൂടുതൽ ആനകൾ ഉണ്ടെങ്കിൽ 3 മീറ്റർ, ആനകൾ തമ്മിലുള്ള അകലം 3 മീറ്റർ വേണം. അതോടൊപ്പം ആനകളും ജനങ്ങളും തമ്മിൽ, ഉത്സവം കാണാനെത്തുന്ന ജനങ്ങളും തമ്മിൽ 50 മീറ്റർ ദൂരം വേണം എന്നൊരു ഉത്തരവ് നേരത്തെ സുപ്രീം കോടതിയുടെ നിലവിലുണ്ട്. അതിനൊപ്പമാണ് അതോടൊപ്പം ഇന്ന് കോടതി പറഞ്ഞത്, ജനങ്ങളുടെ സുരക്ഷയും ആനകളുടെ പരിപാലനവും പ്രധാനമാണ്. ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണം. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമാണെന്ന് പറയാൻ കഴിയില്ല. അത് കൃത്യമായി കോടതിക്ക് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു, ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളത്ത് അനിവാര്യമായ മതാചാരമെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അകലപരിധി കുറയ്ക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം പരിഗണിച്ച് കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കൃത്യമായി ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടെങ്കിൽ കൃത്യമായി നേരത്തെ MS പറഞ്ഞതുപോലെ കൃത്യമായ കോടതിക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ കോടതിയെ അറിയിക്കണം. അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ മാത്രം പരിഗണിച്ച് അത് ആന എഴുന്നള്ളിപ്പ് മതാചാരമാണെന്ന അഭിപ്രായം മാത്രം പരിഗണിച്ച് കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. അതിന് കൃത്യമായ കാര്യകാരണങ്ങൾ സഹിതം കോടതിയെ ബോധിപ്പിക്കണം. അത്തരത്തിൽ ബോധിപ്പിച്ചാൽ മാത്രമേ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ എന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. MS എന്തായാലും പാറമേക്കാവ്, തിരുവമ്പാടി അടക്കമുള്ള ദേവസ്വങ്ങളും അല്ലെങ്കിൽ മറ്റ് ദേവസ്വങ്ങളും ഒക്കെ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറുവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നതിൽ ഒരു സംശയവും വേണ്ട എന്ന് വിചാരിക്കാമല്ലേ? പ്രത്യേകിച്ചും വേദേതിഹാസങ്ങളിൽ, ഉപനിഷത്തുകളിലൊക്കെ ഈ രീതിയിൽ ആനകളുടെ മുകളിൽ തിടമ്പേറ്റി
എഴുന്നള്ളിപ്പ് നടത്തിയിരുന്നതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധരണികൾ സഹിതം, സംസ്കൃതത്തിലും മറ്റുമുള്ള ഉദ്ധരണികൾ സഹിതം ഒരുപക്ഷെ കോടതിയെ സമീപിക്കാനൊക്കെയുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും നിതിൻ പ്രഭാകറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അണുവിട പോലും മാറ്റമില്ല. ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക തന്നെ വേണം എന്ന് കോടതി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളാണ് നിതിൻ പ്രഭാകർ പങ്കുവച്ചത്.